ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. അയാൾ എന്റെ പിന്നാലെ കുറെ ദൂരം ഓടിക്കാണും. ഭാഗ്യത്തിന് വണ്ടി കിട്ടി. തിരുവനന്തപുരത്ത് ആരുണ്ടോ? വേണുവേട്ടൻ, അമ്മാവിന്റെ മകനാ. എന്റെ വേണുവേട്ടൻ മാത്രമേ എനിക്കിനി ഒരു ആശ്രയമുള്ളൂ. വേണു തിരുവനന്തപുരത്ത് എവിടെയാ താമസം? അഡ്രസ് അറിയാമോ? വേണുവേട്ടന്റെ അഡ്രസ് എന്റെ കയ്യിലില്ല. എന്ത് ജോലിയാ? മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്. ഏതായാലും രാത്രി സമാധാനം കിടന്നുറങ്ങും. നേരം വെളുക്കട്ടെ, നമുക്ക് അന്വേഷിക്കാം. ഇല്ല തന്നെ. വരൂ ആന്റി, ഇതാ ഞങ്ങളുടെ വീട്. വരൂ രാത്രി. ബാങ്കിൽ പോകുന്ന സമയമായി. ഞാനൊന്ന് കുളിച്ച് റെഡിയാവട്ടെ. വരൂ ആന്റി. ആന്റിയുടെ കയ്യിൽ നിന്ന് വിടുമുള്ളേ. ആന്റി വരും. രാധ വേണമെങ്കിൽ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിക്കൊള്ളൂ. ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയില്ലല്ലോ. ടവല് സോപ്പ് ഇതിനകത്ത് തന്നെ ഉണ്ട്. രാധയ്ക്ക് മാറാൻ സാരി എടുത്തോണ്ട് വരാം. എന്താ രാധ? ഇത് രാധയുടെ സ്വന്തം വീട് പോലെ കരുതിയാൽ മതി. വരൂ മോളെ, മോക്ക് കുളിക്കണ്ടേ? ഞാൻ ആന്റിയുടെ കൂടെ കുളിച്ചോളാം. ഇവൾക്ക് ആരെങ്കിലും കിട്ടിയാൽ മതി. ഇനി രാധയുടെ പാടായിരിക്കും. ഒരിടത്തും അവൾ വിടില്ല. ഞാൻ പോയി സാരി എടുത്തോണ്ട് വരാം. വാ ആന്റി, കുളിക്കാം. എന്താ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരും? ഇല്ല, ബാങ്കിൽ ഒരുപാട് ജോലിയുണ്ട് മോളെ. എവിടെ മോളെ? ഈ ഡാഡിക്ക് ഒരു ഉമ്മ കൊടുക്കണമെങ്കിൽ എന്തും പാടാ. ഞാനൊന്ന് വേഗം വലുതായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ ഉമ്മ കൊടുക്കാമായിരുന്നു. അല്ലേ മമ്മി? ബാങ്കിലേക്ക് പോകുന്ന വഴി വേണുവിനെ ഒന്ന് അന്വേഷിക്കാം. രാത്രി ധൈര്യമായിട്ടിരിക്കും. ഞാൻ പോട്ടെ. വരൂ രാത്രി, കാപ്പി കുടിക്കാം. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് മിസ്റ്റർ വേണുവിനെ അറിയാവോ? ഇല്ല. എവിടെ അന്വേഷിച്ച വിവരം അറിയാം? അവരുടെ അസോസിയേഷനിൽ പോയി അന്വേഷിച്ച അവരുടെ വിവരം അറിയാം. താങ്ക് യു. വേണു മദ്രാസിൽ ഒരു കോൺഫറൻസിൽ പോയിരിക്കുകയാണ്. പുള്ളി എവിടെയാണ് താമസിക്കുന്നതെന്നറിയാം. ഫ്രം അഡ്രസ് എനിക്കറിയില്ല. വന്നാൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യും. എന്ന് വരുമെന്നറിയാമോ? കൃത്യമായി പറയാൻ പറ്റില്ല. ശരി, ഞാൻ പിന്നീട് ഒന്ന് കണ്ടോളാം. ശരി. എന്തായി? വേണുവിന്റെ വല്ല വിവരവും കിട്ടിയോ? ഇല്ല. അയ്യോ, രാധ ഇപ്പോഴേ നെർവസാണ്. ഇതുകൂടി കേൾക്കുമ്പോൾ. വേണു മദ്രാസിൽ കോൺഫറൻസിൽ പോയിരിക്കുകയാണെന്നാണ് അവരുടെ അസോസിയേഷൻ അറിയാൻ കഴിഞ്ഞത്. രാധേ, രാധേ, എന്താ ഇത്? കൊച്ചുകുട്ടികളെ പോലെ എഴുന്നേൽക്കൂ. നമുക്ക് വേണുവിനെ കണ്ടുപിടിക്കാം. രവിയേട്ടൻ അന്വേഷിക്കുന്നുണ്ട്. വേണുവേട്ടനെ കണ്ടില്ലെങ്കിൽ ഞങ്ങളൊക്കെ ഇവിടെയില്ലേ? ഞാനൊരു അനാഥയാണ് ചേച്ചി. അങ്ങനെ വിചാരിക്കരുത്. നിനക്ക് എത്രയെങ്കിലും ബന്ധങ്ങൾ ഈ ലോകത്തുണ്ടല്ലോ. എന്റെ കല്യാണം കഴിയുന്നതുവരെ എനിക്കാരുമില്ലായിരുന്നു. അച്ഛനും അമ്മയും ആരും. ഈശ്വരൻ നിന്നെ കൈവിടില്ല. നീ വിഷമിക്കാതിരിക്കൂ. ഇയാൾ കൊല ചെയ്യുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. ഇല്ല, ഇല്ല, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഇയാൾ പറയുന്നത് പച്ച കള്ളമാണ്. മനെ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ തൂക്കിലേറ്റിയാൽ എന്റെ ഭാര്യയും കുഞ്ഞും വഴിയാധാരമാവും. എന്നെ ശിക്ഷിക്കരുത്, എന്നെ ശിക്ഷിക്കരുത്. ഞാൻ നിരപരാധിയാണ്. ഞാൻ ഒരു വഴിവിടേ
മരിക്കരുത്. ഞാനൊരു കൊലയാളിയല്ല. എന്നെ തൂക്കിലേറ്റിയാൽ എന്റെ ഭാര്യയും കുഞ്ഞിനും വഴിയാധാരമാണ്. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇയാൾ പറയുന്നത് കള്ളമാണ്. എന്നാ മോനെ ചായന്റെ ഉള്ള മോനെ അനക്ക് എന്ത് പറ്റി? ഒന്നുമില്ലമ്മ. എന്നാ ഇത് കുടി. എനിക്ക് വേണ്ടമ്മ. അനക്ക് സുഖില്ലേ? പടച്ചോനെ, എന്റെ മോന് എന്ത് പറ്റി? ഉമ്മാനോട് പറ മോനെ. അമ്മ, ഞാനിന്നൊരു കാഴ്ച കണ്ടു. എന്താ മോനെ? വണ്ടിക്ക് തലവെച്ച് മരിച്ചു കിടക്കുന്ന ഒരു അമ്മയും കുഞ്ഞിനെ കോടതിയിൽ നിന്ന് കള്ളസാക്ഷി പറഞ്ഞ് കൊലയാളിയാക്കി മനുഷ്യന്റെ ഭാര്യയും കുഞ്ഞുമായിരുന്നത്. പടച്ചോനെ, ഇന്നത്തെ കൊണ്ടെല്ലാം കഴിഞ്ഞമ്മ. കള്ളസാക്ഷി പറയാൻ ഞാനിനി പോവില്ല. ജോലി ചെയ്ത് ഞാൻ ജീവിക്കും. ഇന്നു മുതൽ അബ്ദു ഒരു പുതിയ മനുഷ്യനാണ്. മോനെ, എന്ത് ജോലിയായാലും അധ്വാനിച്ച് തിന്നുന്ന ചോറിന്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. എന്നാ മോനെ ചായന്റെ കൂടി. ഹലോ, അതെ, മിസ്റ്റർ സുന്ദരേശനുണ്ടോ? ഉണ്ടല്ലോ. എവിടെ? ഒന്ന് വിളിക്കാമോ? അകത്തുണ്ട്. എന്താ പറഞ്ഞേ? മാനേജർ വന്നിട്ടില്ല. ആ, എന്താണോ ചായക്ക് ഇത്ര താമസം? ചായയിൽ പൊക്കിക്കൊണ്ട് വരണ്ടേ? ഒരു സ്റ്റൗ മാറ്റി വെക്കാത്തത് ഇട്ട് കുടിക്കാമല്ലേ? സാറേ, കോംപ്ലാൻ ഇല്ല. ചായ വേണോ? ആ, ശരി. സന്തോ സന്തോ, നിന്നെ ഇന്ന് പതിവ് പോലെ ഹാളിലൊന്നും കണ്ടില്ലല്ലോ. ഓഫീസിൽ നിന്ന് ഒരുപാട് ചായ, ഓഫീസിൽ നിന്ന് ഒരുപാട് ഫയൽസ് ഹാൻഡ് ഓവർ ചെയ്യാനുണ്ടായിരുന്നു. വല്ലാത്ത ക്ഷീണം. ആ, അമ്മയെ വഴക്കുണ്ടായില്ലേ? ശരി, കോട്ടൂരണ്ട. ഹോർലിക്സ്. എന്താ സന്തോ ഇത്? വൃത്തിയുണ്ടായിരുന്നു. നിങ്ങൾ എന്നെ വഞ്ചിച്ചു. നിങ്ങൾക്ക് ബാങ്കിൽ എന്താണ് ജോലി? ഓഫീസർ. ഓഫീസറുടെ ജോലിയാണ് ചായ സപ്ലൈ ചെയ്യുന്നത്. ചായ സപ്ലൈ? നീ എന്തോ പറയാൻ സന്തോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ പിയോടാണ്. എന്നെ ചീറ്റ് ചെയ്താണ് നിങ്ങൾ മാരേജ് ചെയ്തത്. ഇല്ല, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ പറയുന്നത് സന്തോ, ഞാൻ ചീറ്റ് ചെയ്തില്ല സന്തോ. സന്തോ, സന്തോ, വേണ്ട, ഞാൻ ഈ നിമിഷം ഇവിടെ ഇറങ്ങാണ്. സന്തോ, നീ എങ്ങോട്ടും പോണ്ട സന്തോ. നീ ഇല്ല, എനിക്ക് ജീവിക്കാനാവൂല്ലോ സന്തോ. സന്തോ, SSLC-കാരനും പിയോണുമായ ഒരു ഭർത്താവ് എന്റെ സ്റ്റാറ്റസിന് ചേർന്നല്ല. നീ വിഷമിക്കാതെ, എല്ലാ പ്രശ്നത്തിനും ഞാൻ പരിഹാരം ഉണ്ടാക്കാം സന്തോ. എങ്ങനെ? നീ വാ, ഞാൻ പറയാം. ഒന്നാമത്തെ പ്രശ്നം, ഞാൻ SSLC ആണെന്നുള്ളതല്ലേ. നാളെ ഏതെങ്കിലും ട്യൂട്ടോറിയൽ കോളേജ് ചേർന്ന് BSc വരെ പഠിച്ചാൽ ആ പ്രശ്നം തീർന്നു. രണ്ടാമത്തെ പ്രശ്നം, ഞാൻ ബാങ്കിൽ ഓഫീസർ അല്ല എന്നുള്ളത്. BSc വരെ പഠിച്ച് എനിക്ക് പ്രമോഷൻ കിട്ടും. അതോടെ ചായ കൊടുപ്പ് നിൽക്കും. അപ്പോഴും നിന്റെ പ്രശ്നം ബാക്കി കിടക്കുന്നു. നീ പ്രസവിക്കുന്നതിന് പകരം എന്റെ അമ്മ പ്രസവിച്ചാൽ മതിയോ? ഞാൻ സുന്ദരേശനാണെങ്കിൽ ഇന്ന് ഈ നിമിഷം നിന്റെ പ്രശ്നത്തിന് ആദ്യം പരിഹാരം കാണും. നിന്റെ പ്രശ്നം പരിഹരിക്കണം. രാധയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഏതായാലും നന്നായല്ലേ? എന്താ? അല്ല, രാത്രിയിൽ മിനിമോള് രാധയോട് കിടന്നോളല്ലോ. ഓ, മതി. പിന്നെ വേണന്റെ കാര്യം എന്തായി? ചേട്ടൻ അന്വേഷിക്കുന്നില്ലേ? രാധ ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ ഇരുന്ന് കരച്ചില്ല. അതിനവൻ മണ്ടാകുന്ന വരാതെ ഞാൻ എന്ത് ചെയ്യാനാ? ആന്റിക്ക് ബോധ്യത്തിന്റെ കഥ അറിയാമോ? എനിക്കറിയാം. ടീച്ചർ പറഞ്ഞു തന്നതാ. എനിക്ക് രസമാണെന്ന്. അയ്യേ, ആന്റിക്ക് ഒരു കഥ അറിയത്തില്ല. മോൾ ഉറങ്ങിക്കോ. മമ്മിയും ഡാഡി ഉറങ്ങിക്കാണും. രാത്രി ഒരുപാടായില്ലേ? ഏയ്, ഡാഡി ഉറങ്ങത്തില്ല. മമ്മി ഉറക്കത്തി ഇച്ചും വെയും പറയുന്നുണ്ടോ നോക്കുക. നല്ല മീനുണ്ട്.
വേണു മദ്രാസിൽ നിന്നും വരാതിരിക്കില്ല. രാധ വിഷമിക്കാതിരിക്കും. എത്ര ദിവസം എന്ന് വെച്ചാ ചേച്ചി ഇവിടെ ഇങ്ങനെ? ഓഹോ, അതാണോ കാര്യം? അതുകൊണ്ടൊന്നും രാധ വറിയാകണ്ട. രാധയ്ക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിക്കാം. എനിക്കിവിടെ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ സമയമെങ്കിലും പോയി കിട്ടുമായിരുന്നു. ചേച്ചി രവേട്ടനോട് പറഞ്ഞ് എനിക്കൊരു ജോലി വാങ്ങി തരാമോ? ഞാൻ ചേട്ടനോട് പറയാം. മമ്മി മമ്മി ഇത് കണ്ടോ മമ്മി? ബാറ്റിന്റെ ഗട്സ് പൊട്ടിപ്പോയി. ഒന്ന് കേട്ടിക്കാം മമ്മി. എനിക്കിത് കെട്ടാനൊന്നും അറിഞ്ഞൂടാ. ഇങ്ങ് തരൂ ചേച്ചി, ഞാൻ കെട്ടിക്കൊടുക്കാം. താങ്ക് യു ആന്റി. രാധയ്ക്ക് ഇതെങ്ങനെ അറിയാം? വേണുവേട്ടൻ പഠിപ്പിച്ചു തന്നതാ. അയ്യോ, ഗട്സ് പൊട്ടിപ്പോയല്ലേ ചേട്ടാ. ഇങ്ങോട്ട് വാ. ഇതേപോലെ നിന്റെ കഴുത്തിലും ഞാനൊന്ന് കെട്ടിയിടും. ഗട്സോ? പൊന്നുകൊണ്ടൊരു താലി. പോ ചേട്ടാ. രാധ കരയാണ്. ആവശ്യത്തിലധികം കണ്ണുനീര് രാധയുടെ കയ്യിൽ സ്റ്റോക്കുണ്ടെന്ന് എനിക്കിവിടെ വന്നേ അന്ന് തന്നെ മനസ്സിലായി. ഇങ്ങനെ കരഞ്ഞു തീർത്താൽ ശരിക്കൊരു ആവശ്യം വരുമ്പോ കണ്ണുനീര് ആരോടെങ്കിലും കടം വാങ്ങേണ്ടി വരും. എന്തു ഞാൻ രാധയ്ക്ക് YWCA ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. പക്ഷേ ജോലി കിട്ടിയാൽ അവിടെ തന്നെ താമസിക്കണമെന്നാണ് അവരുടെ നിയമം. വേണുവിനെ കണ്ടു കിട്ടാത്തത് ഞാൻ അന്വേഷിക്കാത്തത് കൊണ്ടാണെന്ന് രാധയ്ക്ക് തോന്നുന്നുണ്ട്. ഞാൻ ദിവസവും അന്വേഷിക്കുന്നുണ്ട്. മദ്രാസിൽ നിന്നും ഏരിയ മാനേജറായി പ്രൊമോഷനോട് കൂടിയാണ് അദ്ദേഹം വരുന്നത്. രാധയുടെ നല്ല കാലം അടുത്തെന്നാ തോന്നുന്നേ. അതിലേ നാളെ രാവിലെ ജോലിക്ക് പോകാൻ റെഡിയായി എന്നോണം. ഓക്കെ, ഗുഡ് നൈറ്റ്.